അതായത് റോഹിംഗ്യൻ അഭയാർത്ഥികളെ നടുക്കാടിൽ ഇറക്കി വിട്ടു ഇന്ത്യ എന്നാണ് ആ വാർത്ത. അപ്പോൾ നീ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കണേ. ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സീൻ മനസ്സിലിങ്ങനെ ഓർക്കുക. കുറച്ച് ആളുകളെ നടുക്കാളിൽ അഭയം തേടി വരുന്ന ആളുകളെ നടുക്കാളിൽ വെച്ച് നടുക്കാളിൽ തള്ളുന്ന വിചാരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം എന്ത് ചെയ്യും? അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ സാഹചര്യം എന്തായിരിക്കും? നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. അവരുടെ മതമോ അവരുടെ രാഷ്ട്രീയമോ രാജ്യമൊന്നല്ല, മനുഷ്യജീവനുകൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ കൊന്നുകളുണ്ട്, അവരങ്ങനെ ഒഴിവാക്കണ്ട, അവരുടെ അവയവങ്ങൾ എടുത്തിട്ട് വിറ്റങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാലോ. ആ ഒരു മൈൻഡ് എങ്ങനെയാണ് ശ്രീജിത്തിന് വരുന്നത് എനിക്കറിയേണ്ടത്. നീ പോസ്റ്റ് ഇടാറില്ലേ ഈ RSSകാർ ഇതിൽ പെട്ടു എന്നുള്ളത്? രാജ്യദ്രോഹ കേസിൽ പെട്ട RSSകാർ, വിവരം ചോർത്തി നൽകിയ RSSകാർ എന്ന് പറഞ്ഞാൽ നീ പോസ്റ്റ് ഇടാറില്ലേ? അല്ലേ? അവരെയും ഇങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. നീ അങ്ങനെ അഭിപ്രായം പരസ്യമായിട്ട് പറഞ്ഞു എവിടെയെങ്കിലും? തീർച്ചയായും ഞാൻ പറയും, നാളെ ഇടാലോ. നാളെ പോസ്റ്റ് നാളെ ആക്കട്ടെ, നമുക്ക് ഇന്നെ ആക്കാലോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരല്ലാത്ത ഒരാളോടും നിനക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇന്ത്യക്കാരല്ലാത്ത ഇന്ത്യക്ക് ഗുണമില്ലാത്ത, ഇന്ത്യയിൽ ഇരുന്ന് ഇന്ത്യക്ക് ദ്രോഹം തീരുമാനിക്കുന്നതിന്റെ അപ്പനാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ചോയ്സ് ഈസ് കൺട്രി, നെക്സ്റ്റ് ഓൾവേസ്. ഫസ്റ്റ് കൺട്രി ചോയ്സ് നമ്മുടെ രാജ്യത്തിനായിരുന്നു. അതാണ് എന്റെ ചോയ്സ്. അപ്പൊ ഇന്ത്യക്ക് എതിരായിട്ട് എന്താണ് ഈ നടുക്കളിൽ തള്ളപ്പെട്ടവർ ചെയ്തത്? അവര് ഇന്ത്യയുടെ വേലി പൊളിച്ചു വന്നത്, അനുവാദം ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ചത്. നാളെ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അവരോടൊന്നും ഒരു സഹതാപമോ, അവര് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കോ, രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ട് ഇവിടെ അഭയാർത്ഥികളായിട്ട് ഒരു മൂലക്ക് ജീവിച്ച് പോകുന്നവർ ഒരുപാട് പേരുണ്ടാവും. രാജ്യത്തിനകത്ത് ഒരു ചെറിയ എന്ത് യൂസ് അവരെ കൊണ്ട്? എന്ത് യൂസ്? അവർക്ക് ഗവൺമെന്റ് സഹായം ചെയ്തു കൊടുക്കണ്ടേ? പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. ഇന്ത്യക്കാരന് അമേരിക്കക്കാരന് ബ്രിട്ടീഷുകാരന് അങ്ങനെ ഒരു വേർതിരിവ് എന്തിനാണ്? കർത്തവന് വെളുത്തവന് എന്നുള്ള വേർതിരിവ് എനിക്ക് എന്റെ രാജ്യം എന്നുള്ള വേർതിരിവുണ്ട്. എന്റെ രാജ്യം ഒരു നല്ല ലെവലിൽ എത്തണം, ലോകം കൺട്രോൾ ചെയ്യുന്ന ഒരു പവർഫുൾ എത്തണം. അതിനിടയിൽ എത്ര പേരുടെ ഒരു അപ്പൊ ലോകത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ടും എല്ലാത്തരത്തിലും ഉയരണം എന്ന നിലക്കാണെങ്കിൽ അത് നീതിയും ന്യായവും ഇല്ലാത്ത കൊലപാതകങ്ങളും ഈ ചൈന ചെയ്യുന്ന പോലെ ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ വിറ്റിട്ടും അതൊക്കെ ചെയ്യണമെന്ന്. ഈ ലോകത്ത് തെറ്റ് ചെയ്യാതെ ഒരു രാജ്യം വളർന്നിട്ടില്ല. ലോകം മൊത്തം പോയി ചരണ്ടിക്കൊണ്ട് വന്നാണ് ബ്രിട്ടൻ വളർന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ശ്രീജിത്തെ രാജ്യത്തിന്റെ വളർച്ചയെ കൊണ്ടിട്ട് നീ നിന്റെ ശരീരം ദാനം ചെയ്യാൻ തയ്യാറാണോ? ഞാൻ തയ്യാറല്ല. അത് എന്റെ രാജ്യമല്ലേ. എന്തിനാ? അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. നിനക്ക് രാജ്യത്തെക്കാൾ വലുതൊന്നുമല്ല. നീ എന്നാലും നിന്റെ ശരീരത്തിൽ അവയവം ദാനം ചെയ്യും. ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സമൂഹത്തിന് ബാധ്യതയായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അവരെ ആദ്യം കൺട്രോൾ ചെയ്തിട്ട് നീ സമൂഹത്തിന് ആവശ്യമില്ലാത്താണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പറയാലോ? എനിക്ക് ഞാൻ സമൂഹത്താണെന്നുള്ള ആവശ്യം ഇല്ലാത്തതാണെന്നൊരു തോന്നല്ലേ എനിക്ക്. എന്തായാലും എനിക്ക് ഒരുപാട് വിഷൻസ് ഉണ്ട്. അതായത് ശ്രീജിത്ത് സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരാളാണ് എന്ന് ചിന്തിക്കുന്ന നിലവിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൽപ്പെട്ട ഒന്നുണ്ട് ആൾക്കാർക്ക് അങ്ങനെ ചിന്ത വന്ന് അവർ പറയും നമുക്ക് ശ്രീജിത്ത് രവീന്ദ്രൻ ഇവനെ പിടിച്ചിട്ട് നമുക്ക് ഇതാക്കാം, അവനെ കൊന്നു വന്നിട്ട് അവൻ്റെ അവയവം നമുക്ക് എടുത്തിട്ട് ദാനം ചെയ്യാം, എന്നിട്ട് അവധി നമുക്ക് പൈസ ഉണ്ടാക്കാം. അങ്ങനെ ചിന്തിച്ചാൽ നീ എന്ത് ചെയ്യും? നീ മറ്റുള്ളവരെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരാണ് ചിന്തിക്കുന്നത്. അതവർ നിന്നെ കുറിച്ച് എന്ത് ചെയ്യും? നീ അഭിമാനപൂർവ്വം ശരീരം ദാനം ചെയ്താൽ പോരെ, എൻ്റെ കിഡ്നിയും ഇതും ദാനം ചെയ്താൽ പോരെ, രാജ്യത്തോടിച്ചല്ലേ? അതെ, പുറത്തുനിന്ന് ഇവിടുന്ന് കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അതിന് അർഹരായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വെച്ച് പെൺകുട്ടികളെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. രാജ്യദ്രോഹികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ നിയമപരമായിട്ടും രാജ്യം തെറ്റായി കണക്കാക്കുന്ന ഒരു പ്രവർത്തനമല്ലേ അവയവ മാഫിയ? അപ്പൊ അങ്ങനെ ചെയ്തിട്ടും അതെ, പിന്നെ എന്തിനാണ് തെറ്റ് ചെയ്തിട്ട് ഒരു സമൂഹം വളരുന്നത്? ഒരു രാജ്യം വളരേണ്ടത് തെറ്റ് ചെയ്തിട്ടാണോ? പച്ച മനുഷ്യരെ കൊന്നു കളഞ്ഞിട്ട് അവരുടെ ശരീരം വിറ്റിട്ട് പൈസ ആക്കിയിട്ടാണോ? നീ പറയുന്ന ചിന്താഗതി എത്രത്തോളം ഭീകരാണെന്നതിനെ കുറിച്ച് ഒരു ബോധവും എനിക്കില്ല. മറ്റു മനുഷ്യരോട് ഒരു സഹതാപവും ഇല്ല. ലോക രാജ്യങ്ങളിൽ പോയി കൊള്ളയടിച്ച് ചരണ്ടിക്കൊണ്ടുവന്നാണ് ബ്രിട്ടൻ വളർന്നത്. മൂന്നാന്തര രാജ്യങ്ങളെ തമ്മിൽ അടിപ്പിച്ച് ചോരോട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, ഇന്ത്യ എന്ന് ശ്രീജിത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത അറിയോ ശ്രീജിത്തിന്?
ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത മതമൈത്രിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, പാഴ്സി ഉണ്ട്, മതം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, വിവിധ ഭാഷകളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വൈവിധ്യങ്ങളൊക്കെ നിറഞ്ഞ എല്ലാം കൂടി മിക്സായ ഒരു ജനസമൂഹം വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇത്തരം സംസ്കാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം ആയതുകൊണ്ടാണ്. അല്ലാതെ മനുഷ്യന്റെ ഒരു മിനിറ്റ് അല്ലാതെ സാമ്പത്തികമായിട്ട് ഒരുപാട് വളർച്ചയുണ്ടായിട്ട് സാംസ്കാരികമായിട്ട് ഒരു വളർച്ചയില്ലാത്ത ഒരു സമൂഹം ആയതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ശ്രീത്തെ, നിന്റെ നിലപാട് വെച്ചിട്ട് നിന്റെ നിലപാട് എനിക്ക് മനസ്സിലായി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ നീ ഉള്ളത് താമസിക്കുന്ന അട്ടപ്പാടിയിലാണ്. ഈ അട്ടപ്പാടിയിൽ ഏതെങ്കിലും ഒരു അന്യരാജ്യത്തുള്ള ഒരു നേപ്പാളിലുള്ള ഹിന്ദുവോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ള മുസ്ലിമോ ആരെങ്കിലും അഭയാർത്ഥികളായി എത്തിപ്പെട്ടെന്ന് വിചാരിക്കും, നീ അവരെ കുറിച്ച് നിനക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി, ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഉണ്ട്. നിനക്ക് ഏതെങ്കിലും അവയവ മാഫിയുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ നീ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്ക് അവയവ കൊടുത്തിട്ട് പൈസ ആക്കിയാ നീ എന്താ ചെയ്യാൻ സമയത്ത്? നിലവിൽ എനിക്ക് അവയവ മാഫിയായിട്ട് കോൺടാക്ട് ഇല്ല. അല്ല, നിനക്ക് അങ്ങനെ ഒരു കോൺടാക്ട് ഇല്ല. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കോൺടാക്ട് ഉണ്ടെങ്കിലും നീ അങ്ങനെ കുറച്ച് ആൾക്കാർ പരിചയപ്പെട്ടാലോ, നീ എന്ത് ചെയ്യും? ഇവര് കടന്നുറങ്ങുമ്പോൾ കൊന്നു പറഞ്ഞിട്ട് അവർ നിലവിലില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, എനിക്ക് ഭരണകൂടവുമായി വലിയ ടച്ച് ഒന്നുമില്ല. അതായത് ഭരണകൂടത്തിന്റെ ടീമുകളായിട്ടൊന്നും വലിയ ടച്ച് ഇല്ല. അതുകൊണ്ട് എനിക്ക് നിയമത്തിന്റെയും നിയമ സംഹിതകളെയും ഒരുപാട് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പരിപാടി ചെയ്യില്ല. അവരെ നേരെ ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യുന്ന മാതിരി ആൾക്കാരുണ്ട് എന്നുള്ളത് ഇൻഫോം ചെയ്യും. നീ രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര ഇടപാടും ഹാൻഡുള്ള BJPയുടെ നിന്റെ ജില്ലാ പ്രസിഡന്റ്, നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ നിങ്ങളെ MP, ഇവരുടെയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു പക്ക രാഷ്ട്രീയക്കാരനാണ് നിനക്ക്. നിയമപരമായിട്ട് നിന്നെ പൂട്ടാൻ ഒരു വകുപ്പുമില്ലാത്ത നിലയിൽ നീ വളർന്ന ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 2 വിദേശികൾ നിന്റെ നാട്ടിൽ കണ്ടുകിട്ടപ്പെട്ടാൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നീ അവരെന്ത് ചെയ്യും? ഈ പറയുന്നതൊക്കെ ചെയ്യും? എന്ത് ചെയ്യും? നിന്റെ മെന്റാലിറ്റി അനുസരിച്ച് നീ എന്താ ചെയ്യാം? അപ്പൊ അവർ മരിക്കാതെ അവരെ അവയവം കൊടുക്കാൻ കഴിയില്ലല്ലോ. അതിന് നീ തന്നെ മുൻകൈ എടുക്കുന്ന പറയുന്നത്, നീ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അത്രയ്ക്കും വലിയ പവറിലാണെങ്കിൽ എനിക്കിപ്പോ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഈ മാഫിയുമായിട്ടും ഒരുപാട് ഇല്ല. അങ്ങനെ സപ്പോസ് എന്റെ കയ്യിൽ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ തന്നെ അതിന് മുന്നിട്ട് ഇറങ്ങി ചെയ്യും. അതിന്റെ വിഹിതം എടുത്തത് കുറച്ച് വിഹിതം നീ എടുക്കും. ഏതെങ്കിലും കുറച്ച് വിഹിതം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യും. നീ കൊടുക്കും കുറച്ച് അതിന്റെ ഒരു 60% വിഹിതം പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യും. 40% നീ എടുക്കും. വീട് വെച്ച് കൊടുത്താൽ വീടിന്റെ 40% ഞാൻ എടുക്കും. 40% വീട് വെക്കുന്ന വീടില്ലാത്ത ഒരു പാവപ്പെട്ട വീട് വെച്ച് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഗുണം ഉണ്ടെങ്കിൽ ആ വീട് വെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. ആ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നല്ലൊരു വരുമാനം ഒരു എക്കോണമി, ആ പണം നേരെ എക്കോണമി തന്നെ ഇറക്കാനാണ് നോക്കുക. അപ്പൊ അത് ചെറിയ പിഞ്ചു കുഞ്ഞ് കടന്നുറങ്ങുന്നതായിരിക്കും. ഒരു സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഭായി, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലാണ്. മനസ്സിലായോ? എന്റെ രാജ്യത്തിന്റെ ഓരോ വിഭവവും എന്റെ രാജ്യക്കാർക്ക് അവകാശപ്പെട്ടതാണ്.